മാലയിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ റാപ്പർ വേടന് ജാമ്യമില്ല. വേടനെ കോടതി 2 ദിവസത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ാം തീയതി കോടതി പരിഗണിക്കും. നിലവിൽ വനവകുപ്പ് വേടനെ വൈറ്റിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. നവമി ശരിയാണ്. നവമി, കഞ്ചാവ് കേസിൽ വലിയ കുഴപ്പമില്ല, അത് രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പുലിപ്പല്ലാണ് ഇപ്പോൾ വേടന് വിനയായതല്ലേ? അതെ രഞ്ജിത്ത്, കാരണം കഞ്ചാവ് അളവിൽ, അതായത് നമുക്ക് ഈ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന അളവിൽ മാത്രമേ കഞ്ചാവ് വേടനിൽ നിന്ന് പിടികൂടിയിട്ടുള്ളൂ. പക്ഷേ പുലിപ്പല്ലിൽ വേടൻ കുരുങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് കേസെടുത്ത് ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 2 ദിവസത്തെ കസ്റ്റഡി. ഇതിൽ പ്രധാനമായും വനം വകുപ്പ് കണ്ടെത്തുന്നത് ഈ പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ്. പക്ഷെ വേടൻ ആവർത്തിച്ച് പറയുന്നത് ഇത് പുലിപ്പല്ലായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് ഉപയോഗിക്കില്ലായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് വേടൻ കോടതിയിലടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെയും ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ വേടനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇനി നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ട് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ തൃശ്ശൂരിലെ ജുവലറിയിലും എത്തിച്ച് തെളിവെടുക്കുക. അതായത് നാളെ ആയിരിക്കും തൃശ്ശൂരിലെ ജുവലറിയിൽ എത്തിച്ച് തെളിവെടുക്കുക. ജ്വല്ലറിയിൽ നിന്നുമാണ് പുലിപ്പല്ല് മാലയാക്കിയത്. അതായത് സ്വർണ്ണമാലയിൽ കൊരുത്തായിരുന്നു ഈ പുലിപ്പല്ല് ഉണ്ടായിരുന്നത്, കഴുത്തിൽ ധരിച്ചിരുന്നത്. അങ്ങനെ ആ സ്വർണ്ണമാക്കുന്നതിന് വേണ്ടി തൃശ്ശൂരുള്ള ഒരു ജ്വല്ലറിയിലാണ് അത് പണി കഴിപ്പിച്ചതെന്നാണ് വേടൻ പറഞ്ഞത്. നാളെ അവിടെയും കൊണ്ട് തെളിവെടുക്കും. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഒപ്പം ഈ പുലിപ്പല്ല് കൊടുത്ത വ്യക്തിയെ സംബന്ധിച്ചുമുള്ള ഒരു അന്വേഷണത്തിലേക്കും പോലീസ് കടന്നിരിക്കുകയാണ്. അതിനിടയിൽ വേടനെതിരെ കേസെടുത്തതിനൊക്കെ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലൊക്കെ വേടനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വലിയൊരു വിവാദത്തിലേക്ക് കൂടിയാണ് വനം വകുപ്പിന്റെ ഒരു നടപടിയെ പോകുന്നത്. പക്ഷെ അത് നിയമമാണ്, നിയമപ്രകാരം തന്നെ നടപടികൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തൃപ്പൂണിത്തറയിലെ സ്വാഗ് എന്ന ഫ്ളാറ്റിൽ എത്തിച്ച് വേടനെ തെളിവെടുക്കും. അതിൽ പ്രധാനമായും ഈ പുലിപ്പല്ലിലാണ് വനം വകുപ്പിന്റെ തെളിവെടുപ്പ് നടക്കുന്നത്. ശരി.